بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الشيخ الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رحمه الله تعالى ونفعنا بعلومه. باب إفشاء السلام من الإسلام. وقال عمار ثلاث من جمعهن فقد جمع الإيمان: الإنصاف من نفسك، وبذل السلام للعالم، والإنفاق من الإقتار. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അവരുടെ സ്വഹീഹിലെ വേദശേഷ മഹാസത്യപാതാരം എന്ന നമ്മുടെ ഈ ദർസിലെ 74ാമത്തെ ദർസാണത്. ഈമാനാണ് വിഷയം. മഹാനവർകൾ ഈമാനിൻ്റെ ശാഖകളെ വിവരിക്കുകയാണ്. ചിലപ്പോൾ മെയിൻ ശാഖ വിശദീകരിക്കും, ചിലപ്പോൾ ശാഖകളിൽ നിന്നുള്ള ശാഖകളുടെ ശാഖകളെ വിശദീകരിക്കും. അതെല്ലാം മുമ്പ് നാം വളരെ വ്യക്തമായി ചർച്ച ചെയ്തു പോയിട്ടുണ്ട്. ബാബുൻ, ഇതൊരു ബാബാണ്. ഇഫ്ശാഉസ്സലാമി, സലാമിനെ വ്യാപിപ്പിക്കൽ, മിനൽ ഇസ്ലാം, ഇസ്ലാമിൽപ്പെട്ടതാകുന്നു. ഈമാനാണ് ബാബ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇസ്ലാമും ഈമാനും പരസ്പരം ബന്ധമുള്ളതാണ് എന്നുള്ള വാദമാണ് വിശദമായി ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാബിലിട്ടത് ഇഫ്ശാഉസ്സലാമി മിനൽ ഇസ്ലാം. ശേഷം വരാൻ പോകുന്ന അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുഅല്ലഖായ ഹദീസിൽ സലാസുൻ മൻ ജമഅഹുന്ന ഫഖദ് ജമഅൽ ഈമാൻ, അവിടെ ഈമാൻ എന്നാണ് പ്രയോഗിക്കുന്നത്. ആ ഈമാൻ കാര്യങ്ങൾപ്പെട്ടതായിട്ടാണ് സലാമിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈമാൻ എന്ന് പറയുന്നിടത്ത് ഇസ്ലാമു എന്നും പറയാം, ഇസ്ലാം എന്ന് പറയുന്നിടത്ത് ഈമാനും എന്നും പറയാം. ഇസ്ലാമിൻ്റെ കാര്യങ്ങളിൽപ്പെട്ട ഒരു പ്രധാന കാര്യമാണ് സലാമിനെ വ്യാപിപ്പിക്കുക എന്ന് പറയുന്നത്. ഇവിടെ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവർ പ്രത്യേക ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ ബാബുൻ ഇഫ്ശാഉസ്സലാമി മിനൽ ഇസ്ലാം എന്നാൽ തൊട്ട് കുറച്ച് മുമ്പ് കഴിഞ്ഞു പോയ ബാബുൻ ഇത്ആമു ത്വആമി മിനൽ ഇസ്ലാം എന്നൊരു ബാബ് കഴിഞ്ഞു പോയിട്ടുണ്ട്. 12ാമത്തെ ഹദീസ് പറയുന്നത്. അവിടെ ഇത്ആമു ത്വആമി മിനൽ ഇസ്ലാം എന്ന് പറഞ്ഞോടത്ത് പറയുന്ന അതേ ഹദീസ് തന്നെയാണ് ഈ 28ാമത്തെ ഹദീസായി കൊണ്ടുവരുന്നത്. റാവിയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് എന്ന് മാത്രം. എന്നാൽ ചോദ്യതാണ്, രണ്ടും കൂടി അത്ഫ് ചെയ്താണ് പറഞ്ഞാൽ പോരെ. ഒരു ഹദീസിൽ പറയുന്ന വിഷയം ഒരൊറ്റ ബാബിൽ ഉൾപ്പെടുത്താൻ പറ്റുമല്ലോ. ഇത്ആമു ത്വആമി വഇഫ്ശാഉസ്സലാമി മിനൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു ബാബിൽ ഒരേ ഹദീസ് തന്നെ പറയൂ, ഒരേ ഹദീസിൽ കൊണ്ട് ആ വിഷയങ്ങൾ പറഞ്ഞു തീർക്കാലോ. പിന്നെ കഴിഞ്ഞു പോയ ബാബിൽ ഇമാം ബുഖാരിയുടെ ഉസ്താദായി വന്ന ആളല്ല ഈ ബാബിൽ ഉസ്താദായി വരുന്നത്. ഇവിടെ കുത്തൈബയാണ് വരുന്നത്. കഴിഞ്ഞു പോയടുത്ത് അംർ ഇബ്നു ഖാലിദ് എന്നവരാണ് ലൈസ് എന്നവരുടെ ശിഷ്യനായിട്ട് വരുന്നത്. അത് ഈ ഹദീസ് ഹദ്ദസന അംർ ഇബ്നു ഖാലിദ് വ കുത്തൈബത്തു ഖാല ഹദ്ദസന ലൈസു എന്ന് പറഞ്ഞാൽ പോരെ. എന്നാൽ കുറേ ഇഖ്തിസാർ കിട്ടൂലേ എന്നൊരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ മഹാന്മാരായ ഇമാമിങ്ങൾ, ഇമാം ഖിർമാനി പോലെയുള്ള മഹത്തുക്കൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ മറുപടി ഇബ്രാഹിം അസ്കലാനി തങ്ങൾക്ക് റാഹത്തായിട്ടില്ല, ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർ പറയുന്നത് ഓരോരോ വിഷയം ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട ഓരോന്നും വളരെ അധികം
പരിഗണിക്കേണ്ടതും ഗൗനിക്കേണ്ടതും എടുത്തു പറയേണ്ടതും പ്രത്യേകം ചർച്ച ചെയ്യേണ്ടതുമായതുകൊണ്ട് തന്നെ അത് വെവ്വേറെ എടുത്തു പറയേണ്ടതാണ്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കാൻ നല്ലത്. മാത്രവുമല്ല, ഹദീസുകളുടെ സനദുകൾ വെവ്വേറെ പറയലും ആ സനദ് മാറി വരുമ്പോൾ ഹദീസുകൾ മാറി വരുന്നതും ഒരു ഹദീസിൽ നിന്ന് തന്നെ ധാരാളം കാര്യങ്ങൾ പിടിച്ചെടുക്കാനുണ്ട്. അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കാനും വേണ്ടത് ഇമാം ബുഖാരിയുടെ നിയത്ത് പ്രകാരം അത് വെവ്വേറെ പറയുകയാണ് വേണ്ടത് എന്ന് മഹാനവറുകൾ മറുപടിയും പറയുന്നുണ്ട്. ഹാഷികൾ ഫത്ഹുൽ ബാരി നോക്കിയാൽ ആവശ്യങ്ങൾ വ്യക്തമായി മനസ്സിലാകും. അപ്പോൾ ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട ഒരു പ്രധാന വിഷയമാണ് സലാമിന് ദാരിദ്ര്യമില്ലാതെ ബഖീൽത്തരം കാട്ടാതെ സ്വന്തം ഇഷ്ടമുള്ളവരോട് മാത്രം പറയാ, അല്ലെങ്കിൽ സ്വന്തം തുണക്കാരോട് മാത്രം പറയാ എന്ന അവസ്ഥ മാറ്റിയിട്ട് എല്ലാവരോടും സലാം പറയാ. അതിനേക്ക് ഒരു ലജ്ജ ഇല്ലാതിരിക്കുക, അതിനേക്കൊരു മടിയില്ലാതിരിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ കാര്യങ്ങളിൽപ്പെട്ടതാണ്. വഖാല അമ്മാറുൻ, അതിനേക്കുള്ള മുത്തസിലായ മർഫുവായ ഹദീസ് വരുന്നുണ്ട്. അതിൻ്റെ മുമ്പ് ഒരു മുഅല്ലഖായ ഹദീസ് ബഹുമാനപ്പെട്ട അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇമാം ബുഖാരിയുടെ മുഅല്ലഖായ ഹദീസുകൾ മുഴുവനും മുത്തസിലാണ്, സഹീഹാണ്, തെളിവിന് പറ്റുന്നതാണ് എന്ന് വളരെ വ്യക്തമായി നാം മുഖദ്ദിമയിൽ ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ പറഞ്ഞ മുഅല്ലഖായ ഹദീസ് സലാസുൻ മൻ ജമഅഹുന്ന ഫഖദ് ജമഅൽ ഈമാൻ അൽ ഇൻസാഫു മിൻ നഫ്സിക് വബദ്ലു സലാമി ലിൽ ആലം വൽ ഇൻഫാഖു മിനൽ ഇഖ്താർ എന്ന് പറയുന്ന ഈ മുഅല്ലഖായ ഹദീസ് മുത്തസിലായും കൊണ്ട് 10ഓളം കിതാബുകളിൽ തന്നെ അത് വന്നിട്ടുണ്ട്. 10ഓളം ഇമാമികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ഫത്ഹുൽ ബാരി പറയുന്നുണ്ട്, അതിനത് വിശദീകരിക്കുന്നുമുണ്ട്. റവാഹു അബുൽ ഖാസിമുൽ ലാലഖായി ബിസനദിൻ സഹീഹിൻ അൻ അലി ഇബ്നു അഹ്മദ് ഇബ്നു ഹഫ്സ്. അങ്ങനെ അത് വിശദമായി മുത്തസിലായി വന്നതാണ്. പിന്നെ ഇമാം ബസ്സാർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഇവിടെ മൗഖൂഫാണ്. അമ്മാർ എന്നവർ പറഞ്ഞു എന്നാണ്. അമ്മാർ എന്നവർ റസൂലുള്ളാഹിനെ തൊട്ട് എന്ന് പറയുന്നില്ല, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നതാണല്ലോ മർഫൂ. എന്നാൽ അങ്ങനെ തന്നെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഇമാമിങ്ങൾ പറയുന്നു, ബസ്സാർ റളിയല്ലാഹു അൻഹു അവരുടെ അവസാന കാലത്താണ് ഇത് മർഫൂ ആണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവസാന കാലം അവർക്ക് ചെറിയ ഓർമ്മ ശക്തി കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അമ്മാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഹദീസ് അത് മൗഖൂഫാകുക, അവരുടെ വാക്കിന് ആവലാണ് ഏറ്റവും നല്ലത്. അങ്ങനെ തന്നെ വെച്ചാൽ മതി. എന്നാലും ഈ മൗഖൂഫിനിക്ക് മർഫൂവിൻ്റെ ഹുക്കുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ലഭിച്ചതാണ് അമ്മാർ എന്നവർ പറയുന്നത്. നബി തങ്ങളെ വക്കൽ നിന്ന് കേട്ടത് ഖാല റസൂലുള്ളാഹി, ഈ സമയത്ത് റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. ഇതിനേക്ക് ഹുക്കുമിൽ മർഫൂആണത് എന്ന് വക്കലാണ് നല്ലത് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അമ്മാർ എന്നവർ പറയുകയാണ്, അമ്മാർ റളിയല്ലാഹു അൻഹു സഹാബത്തിൻ്റെ കൂട്ടത്തിൽ വെച്ച് ഇസ്ലാമിന് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ച വളരെ പ്രധാനപ്പെട്ട സ്വഹാബികളിൽപ്പെട്ട മഹാനാണ്. മഹാനവർകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഒരേ പ്രായക്കാരാണ്, ഒരേ വർഷം ജനിച്ചവരാണ്. മക്കയിലാണ് അമ്മാർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ജനനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മക്കയിലാണ്. അവർ രണ്ടാളും വലിയ കൂട്ടുകാരായിരുന്നു. അവർ എല്ലാ സമയത്തും കൂടെ തന്നെ നടക്കുന്നവരാണ്. നബി തങ്ങളുടെ എല്ലാ വിഷയത്തിലും ഇടപെടുന്നവരായിരുന്നു. എത്രത്തോളം ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹാലോചന നടത്തുമ്പോൾ ആദ്യമായി ഖദീജ റളിയല്ലാഹു അൻഹ അമ്മാറിനെയാണ് സമീപിച്ചത്. അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ കൂട്ടുകാരൻ മുഹമ്മദ്.
അവരെ എനിക്ക് ഇഷ്ടമാണ്, ആ വിഷയം ഒന്ന് പറഞ്ഞ് അവരെ എന്നെ കൊണ്ട് വിവാഹം ചെയ്യാൻ വേണ്ടി ഒന്ന് പ്രേരിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ട് ആ വിഷയത്തിൽ ആദ്യമായി ഇറക്കിയ ആൾ ബഹുമാനപ്പെട്ട അമ്മാർ റളിയല്ലാഹു അൻഹു. നബി തങ്ങളെ ഒരേ പ്രായക്കാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ തന്നെ എല്ലാ സമയത്തും ഉണ്ടാകുന്നവരും നബി തങ്ങൾ അനുഭവിച്ചതിൻ്റെ പേരിലാണ് നബി തങ്ങൾ പ്രവാചകരാണെന്ന് പറഞ്ഞപ്പോൾ ആദ്യമായി അവർ മുസ്ലിമായതും. ആദ്യം മുസ്ലിമായ ആളുകൾപ്പെട്ടത് ആദ്യത്തെ 40-ൽ മഹാനാണ് അവർ. പിന്നെ അമ്മാർ റളിയല്ലാഹുവിൻ്റെ പ്രത്യേകതയുണ്ട്, പ്രധാനപ്പെട്ട പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ വെച്ച് ഇസ്ലാം പ്രബോധനം ചെയ്യുമ്പോൾ, ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്ന കാലത്ത് മുസ്ലിമീങ്ങളെ ആയവർ പലരുമുണ്ടെങ്കിലും ഞാനത് മുസ്ലിമാണ്, ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് ആരെയും പേടിക്കാതെ തുറന്ന് പറഞ്ഞ 7 ആളിൽപ്പെട്ട ഒരാളാണവർ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്നു പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തുറന്നു പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, അമ്മാറിൻ്റെ പിതാവ് യാസിർ റളിയല്ലാഹു അൻഹു, അമ്മാറിൻ്റെ ഉമ്മ സുമയ്യ റളിയല്ലാഹു അൻഹ, ബഹുമാനപ്പെട്ട മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെയുള്ള മിഖ്ദാദാണെന്ന് അഭിപ്രായമുണ്ട്, അതല്ല ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു ആണ് എന്നും അഭിപ്രായമുണ്ട് 7-ാമത്തെ ആള്. അങ്ങനെ ഈ പറഞ്ഞ 7 ആളുകൾ അല്ലെങ്കിൽ 8 ആളുകൾ അവരായിരുന്നു സധൈര്യം ഇസ്ലാമിനെ വിളംബരം ചെയ്തു നടന്നിരുന്നത്, ജനങ്ങളോട് അത് പരസ്യമായി പറഞ്ഞിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബനു ഹാഷിം കാവലുണ്ടായിരുന്നു, നബി തങ്ങൾ അബൂ ത്വാലിബ് കാവലുണ്ടായിരുന്നു, എളാപ്പ കാവലുണ്ടായിരുന്നു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം വലിയതാണ്, അവരും രക്ഷിച്ചിരുന്നു. അതുകൊണ്ട് അവരെ ഉപദ്രവിക്കാൻ പരസ്യമായി അവരെ ഉപദ്രവിക്കാൻ മറ്റുള്ളവർ കഴിയുമായിരുന്നില്ല. നേരെ മറിച്ച് ബാക്കിയുള്ള മഹാന്മാർ അവർ ധാരാളം ഇസ്ലാമിന് വേണ്ടി വിഷമം സഹിച്ചവരാണ്. അയയിൽപ്പെട്ട ഒരാൾ സുഹൈബ് റളിയല്ലാഹു അൻഹു ആണെന്നും അഭിപ്രായമുണ്ട്. അവരെല്ലാം ധാരാളം പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം അവർ യഥാർത്ഥത്തിൽ യമനികളാണ്. യാസിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സഹോദരനെ കാണാതായി, എവിടെയാണെന്ന് അറിയുന്നില്ല. അങ്ങനെ ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി യാസിർ റളിയല്ലാഹു അൻഹുവും അവരുടെ സഹോദരങ്ങളും മക്കയിലും അന്വേഷണത്തിന് വേണ്ടി വന്നു. സഹോദരൻ അന്വേഷിച്ചു വന്നു. അങ്ങനെ അവിടെ കാണാതെയായപ്പോൾ അവിടെയും ഇല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ യാസിർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരങ്ങൾ യമനിലേക്ക് തിരിച്ചുപോയി. യാസിർ റളിയല്ലാഹു അൻഹു മക്കയിൽ തന്നെ നിന്നു. അങ്ങനെ മക്കയിലെ പ്രധാനിയായ അബൂ ഹുദൈഫത്ത് ഇബ്നു മുഗീറ എന്ന് പറയുന്ന അബൂജാഹിലിൻ്റെ പിതൃവ്യൻ, അബൂജാഹിലിൻ്റെ വാപ്പ ഹിഷാം ഇബ്നു മുഗീറയാണ്. ആ മുഗീറയുടെ ഒരു മകനായ അബൂ ഹുദൈഫ എന്ന് പറയുന്ന ആളുടെ അടുക്കൽ വന്ന് അഭയം തേടുകയും അവരുമായി ഉടമ്പടി ചെയ്യുകയും ഇവിടെ നിൽക്കാനുള്ള, മക്കയിൽ ജീവിക്കാനുള്ള എല്ലാ സംരക്ഷണവും തരാമെന്ന് അവരുമായി കരാർ ചെയ്തു. അങ്ങനെ ഉറപ്പിക്കുകയും അവിടെ താമസമാക്കുകയും ചെയ്തു. അങ്ങനെയാണ് യാസിർ റളിയല്ലാഹു അൻഹു മക്കയിൽ താമസമാക്കുന്നത്. അന്നാണ് അബൂ ഹുദൈഫത്ത് ഇബ്നു മുഗീറ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ അടിമയായിരുന്ന സുമയ്യ റളിയല്ലാഹു അൻഹുവിനെ യാസിർ റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുക്കുകയും അതിലാണ് ബഹുമാനപ്പെട്ട അമ്മാർ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ഉമ്മ അടിമയായാൽ മക്കൾ അടിമയായി വരും. അങ്ങനെ അമ്മാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം അടിമയായിട്ടാണെങ്കിലും ജനിച്ച ഉടനെ തന്നെ അബൂ ഹുദൈഫ അവരെ എത്തിക്ക് ചെല്ലിയിരുന്നു. പിന്നീട് അവർക്ക് കുടുംബങ്ങളോ മറ്റു ബന്ധുക്കളോ ആരും തന്നെ ഇല്ലാത്ത ഒരു 3 അംഗ സംഘമായപ്പോൾ വേറെയും യാസിർ റളിയല്ലാഹു അൻഹു മക്കളുണ്ട്. അങ്ങനെ ആ യാസിർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം മക്കയിൽ ഒറ്റപ്പെട്ട കുടുംബമായപ്പോൾ മക്കക്കാര് ഒരു ചൂതാട്ടത്തിൽ അവരെ പണയം വെക്കുകയും അങ്ങനെ ചൂതാട്ടത്തിൽ ഇവരെ മറ്റൊരാൾക്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ അവരെ 3 ആളെയും അടിമയാക്കി വെച്ചു. യഥാർത്ഥത്തിൽ അവർ അടിമകളല്ല.
അമ്മാർ റളിയല്ലാഹു അൻഹു വലിയ ആരോഗ്യമുള്ള നല്ല യോദ്ധാവാണ്. കണ്ണിൻ്റെ കൃഷ്ണമണി നീല കളറുള്ള അഷ്ഹലുൽ ഐനൈനിയായ നല്ല ആരോഗ്യമുള്ള ഒത്ത തടിയുള്ള അത്യാവശ്യം നെഞ്ഞി വീതിയുള്ള കറുപ്പ് കളറുള്ള നല്ല യോദ്ധാവാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. ധാരാളം ഇസ്ലാമിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടവരാണ്. അബൂജാഹിൽ ബഹുമാനപ്പെട്ട സുമയ്യ റളിയല്ലാഹു അൻഹുവിനെ കൊന്നു. അബൂജാഹിലിൻ്റെ കുടുംബത്തിലാണല്ലോ അവരുള്ളത്. അബൂജാഹിലിൻ്റെ എളാപ്പാണ് അവരെ സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അബൂജാഹിലിലേക്ക് എന്തും കാട്ടാൻ പറ്റുന്നൊരവസ്ഥയിലാണ്. സുമയ്യ റളിയല്ലാഹു അൻഹയോട് അബൂജാഹിൽ വന്നുകൊണ്ട് പറഞ്ഞു, സുമയ്യ, നീ ഇസ്ലാമിൽ മുഹമ്മദിനെ സംബന്ധിച്ച് ചീത്ത പറയണം, ദൈവങ്ങളെ പുകഴ്ത്തണം, മണലിൽ ചുടുമണലിൽ മലർത്തിക്കിടത്തിയും കൊണ്ട് ചൂടുള്ള കരിമ്പാറകൾ ശരീരത്തിൽ കയറ്റി വെച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. സുമയ്യ റളിയല്ലാഹു അൻഹു ബോധം പോയിരുന്നു. ആ സമയത്താണ് നീ മുഹമ്മദിനെ ചീത്ത പറയുകയും ഞങ്ങളെ ബിംബങ്ങളെ ദൈവങ്ങളെ ഗുണം പറയുകയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സുമയ്യ റളിയല്ലാഹു അൻഹ അബൂജഹലിന്റെ മുഖത്തേക്ക് തുപ്പി. അബൂജഹലിനെ ചീത്ത പറഞ്ഞു, ബിംബങ്ങളെ ചീത്ത പറഞ്ഞു. അപ്പോഴാണ് കുന്തം കൊണ്ട് അവരുടെ കുഹ്യസ്ഥാനത്തേക്ക് വയറ്റത്തേക്ക് കുത്തിക്കയറ്റിയും കൊണ്ട് കൊന്നത്. അതുപോലെ തന്നെ അവരുടെ പിതാവായ യാസിർ റളിയല്ലാഹു അൻഹുവിനെയും അതുപോലെ നിഷ്ഠൂരമായി വളരെ ക്രൂരമായി അവർ വധിച്ചു. യാസിറിനോട് പറയും, യാസിറെ, നിന്റെയും ഗതി ഇത് തന്നെയാണ് വരാൻ പോകുന്നത്. യാസിർ ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും യാസിർ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. നട്ടുച്ചക്ക് ചുട്ടു പഴുത്ത മണലിൽ കിടത്തി വലിക്കലോട് കൂടെ പാറകൾ ശരീരത്തിലേക്ക് കയറ്റലോട് കൂടെ തീ കൊണ്ടുവന്ന് ഇരുമ്പ് ചൂടാക്കി ശരീരത്തിൽ അങ്ങനെ ഓട്ടും, ഇസ്ലാമിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം വരുമ്പോൾ ഇതാണ് അവസ്ഥ. വലിയ ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. യാസിർ റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുണ്ട്, എന്നും ഇങ്ങനെ തന്നെയാവുമോ നബിയേ എന്ന്. നബി തങ്ങൾ പറയുക, നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾക്കാണ് സ്വർഗം. വിശദമായ ചരിത്രങ്ങളാണ്. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിനെ കാഫിര്യങ്ങൾ കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കരിച്ച ഭാഗത്ത് കൈകൊണ്ട് തടവുകയും എന്നിട്ട് പറയും, യാ നാറു കൂനി ബർദം വസലാമൻ അലാ അമ്മാരിൻ കമാ കുൻത അലാ ഇബ്രാഹിം തഖ്തുലുകൽ ഫിഅത്തുൽ ബാഗിയാ. തീയെ അമ്മാറിൻ്റെ മേലിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മേലിൽ നീ ആയതുപോലെ ബർദും സലാമും ആവണം. അങ്ങനെ അമ്മാറിനിക്ക് ആ ചൂട് അനുഭവപ്പെടലില്ല. എന്നാലും ഉപദ്രവം വല്ലാതെ സഹിക്കാൻ കഴിയാതെയാകുമ്പോൾ മഹാനായ സുഹൈബ് മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം അബൂജഹൽ ബിംബത്തിനെ മദ്ഹ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ അമ്മാർ റളിയല്ലാഹു അൻഹു ബിംബത്തിനെ മദ്ഹ് ചെയ്യുകയും നബി തങ്ങളെ ചീത്ത പറയുകയും ചെയ്തു. അവർക്ക് സന്തോഷമായി. നബി തങ്ങളുടെ അടുക്കലേക്ക് അമ്മാർ വന്നു. നബി തങ്ങൾ ചോദിച്ചു, മാ വറാഅക്, എന്താണ് വിവരം, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള വിവരം? ഖാല ശർറുൻ യാ റസൂലല്ലാഹ്, ഷർറാണ് നബിയെ, നന്മ പറയാനില്ല. വല്ലാഹി മാ തുരിക്തു ഹത്താ നിൽതു മിൻക, നിങ്ങളെ ചീത്ത പറയുന്നത് വരെ എന്നെ അവർ വിട്ടില്ല. വദക്കർതു ആലിഹതഹും ബിഖൈർ, അവർ ആലിഹത്തിനെ ഞാൻ ഖൈർ കൊണ്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി ചോദിച്ചു, ഫകൈഫ തജിദു ഖൽബക്, നിന്റെ മനസ്സിനെ നീ എങ്ങനെയാണ് എത്തിക്കുന്നത്?
ഖാല മുത്മഇന്നൻ ബിൽ ഈമാൻ, ഈമാൻ കൊണ്ട് വളരെ അധികം മുത്മഇന്നായിട്ടാണ്, ഈമാനിൽ അടിയുറച്ച് അതുകൊണ്ട് സമാധാനപ്പെടുന്ന കൽബാണ് എൻ്റെ മനസ്സ്. പക്ഷെ അല്ലാഹിൽ പീഡനത്തിൽ സഹികെട്ട് ഒരു നിലക്കും അവർ വിടാതിരുന്നപ്പോൾ മുക്റഹായി ഞാനത് പറഞ്ഞിട്ടുണ്ട് നബിയേ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു ഫഇൻ ആദു ഫഅദ്, ഇനിയും അവർ നിന്നെ ഉപദ്രവിച്ച് എന്നെ ചീത്ത പറയണം, ആലിഹത്തിനെ മദ്ഹ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ഇനിയും നീ ചെയ്തോ. ഇല്ലാ മൻ നുക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ എന്ന സൂറത്തുൻ നഹ്ലിലെ 106-ാമത്തെ ആയത്ത്, അത് ബഹുമാനപ്പെട്ട അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത്. പിന്നീട് അവർ അബ്ശീനയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ട്. മദീനയിലേക്ക് നബി തങ്ങളെ മുമ്പ് ഹിജ്റ പോയിട്ടുണ്ട്. മുഹാജിറുകളുടെ നേതാവാണ്. നബി തങ്ങളോട് കൂടെയുള്ള എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത ഒരു വലിയ പടയാളിയാണ് മഹാനവറുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തഖ്തുലുകൽ ഫിഅത്തുൽ ബാഗിയ, നീ പെട്ടെന്നൊന്നും മരിച്ചു പോവില്ല. ഇസ്ലാമിനിക്ക് മനസ്സമാധാനം, ഇസ്ലാം ഇവിടെ വ്യാപിക്കും. മുസ്ലിം ഖലീഫമാർ വരും. ആ ഖലീഫമാർക്ക് എതിരായി വരുന്ന വിഭാഗമാണ് നിന്നെ കൊല്ലുക. നിന്റെ അവസാനത്തെ ഭക്ഷണം പാലായിരിക്കും എന്നെല്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവരുടെ വഫാത്ത് നടക്കുമ്പോൾ അവർക്ക് 90 വയസ്സാണ്. സിഫീനിൽ വെച്ചിട്ട് അലി റളിയല്ലാഹു അൻഹുവോട് കൂടെ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ സൈന്യവുമായി ഏറ്റുമുട്ടിയപ്പോൾ അവിടെ വെച്ചാണ് മഹാനവറുകൾ ഷഹീദാകുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദമു അമ്മാരിൻ വലഹ്മുഹു വഅളുമുഹു ഹറാമുൻ അലന്നാർ, അമ്മാറിൻ്റെ രക്തവും മാംസവും അസ്ഥിയുമെല്ലാം നരകത്തിൻ്റെ മേലിൽ ഹറാമാണ്. ആ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചതിൻ്റെ ശേഷം മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് ഈ ഹദീസ് എന്താ, തഖ്തുലുകൽ ഫിഅത്തുൽ ബാഗിയ, അതുകൊണ്ട് നിങ്ങൾ സത്യത്തിൻ്റെ അഹ്ലുകാരല്ല, നിങ്ങൾ ബാഗിയങ്ങളാണ്, ഇസ്ലാമിൻ്റെ യഥാർത്ഥ ഖലീഫയ്ക്ക് എതിരായി തിരിഞ്ഞവരാണ് നിങ്ങൾ, രാജദ്രോഹികളാണ് നിങ്ങൾ, ഫിയത്തും ബാഗി നിങ്ങളാണ് എന്ന് പലരും ഉദ്ധരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു വലിയ ബുദ്ധി കൂർമ്മതയുള്ളവരും വളരെ അധികം എല്ലാ വിഷയങ്ങളെയും ന്യായീകരിക്കാൻ വലിയ കഴിവുള്ളവരുമാണ്. മുആവിയ റളിയല്ലാഹു അൻഹു പറയും, നിന്നെ ഫിയത്തും ബാഗി കൊല്ലും എന്നല്ല, ബാഗിയത്ത് കൊല്ലും എന്നല്ല പറഞ്ഞത്, ആ ഫിയത്തും ബാഗിയത്ത് നിങ്ങളാണ്. ഇത്രയും പ്രായമുള്ള 90 വയസ്സ് കഴിഞ്ഞതായ ഒരു വൃദ്ധനെ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്ന് അവർ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെടൽ, അത് യുദ്ധത്തിൻ്റെ സ്വഭാവമാണ്, അത് സാധാരണ പതിവാണ്. കൊല്ലാൻ വേണ്ടി യുദ്ധത്തിലേക്ക് നയിച്ചത് നിങ്ങളാണ്, അതുകൊണ്ട് ഫിയത്തും ബാഗിയത്ത് നിങ്ങളാണ് എന്ന് ഞാൻ പറയുമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ മദ്ഹ് ചെയ്തുകൊണ്ട് ധാരാളം പറഞ്ഞിട്ടുണ്ട്. വമൻ അബ്ഗള മൻ ആദാ അമ്മാറൻ ആദാഹുല്ലാഹ് വമൻ അബ്ഗള അമ്മാറൻ അബ്ഗളഹുല്ലാഹ്. അള്ളാഹുവിനോട് ആരെങ്കിലും ശത്രുത വച്ചാൽ അള്ളാഹു അവനോട് ശത്രുത വെക്കും. അമ്മാറിനോട് ആരെങ്കിലും ദേഷ്യം പിടിച്ചാൽ അവനെ അള്ളാഹു ദേഷ്യം പിടിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 ആളുകളെ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. ഇഷ്താഖത്തിൽ ജന്നത്തു ഇലാ 4 ആളുകളിലേക്ക് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. സ്വർഗം ലഭിക്കണം, സ്വർഗം അവർ വേഗം മരണപ്പെട്ട് സ്വർഗത്തിൽ കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന 4 ആളുണ്ട്. സ്വർഗം അവരാഗ്രഹിക്കുക, അവരെ കിട്ടണമെന്ന് ആഗ്രഹിക്കുക. അങ്ങനെയുള്ള 4 ആള്. ഒന്നാരാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു, സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു, മിഖ്ദാദ് ബിൻ അൽ അസ്വദ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെയുള്ള 4 ആളുകളെ സ്വർഗം അവർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു.
ഇസ്ലാമിന് വേണ്ടി ഏത് വിഷയങ്ങളിലും ഒന്നാം സ്ഥാനത്ത് നബി തങ്ങളോട് കൂടെ എപ്പോഴും അമ്മാർ ഉണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ അവസാന കാലത്ത് ഒരു വിഭാഗം സ്വഹാബികൾ അവരെ കാണാൻ വേണ്ടി ചെന്നു, സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. അപ്പം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂല് വഫാത്താകുന്ന അന്ന് റസൂല് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഒരാൾ നരകത്തിൽ കടക്കും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർ സ്വർഗത്തിൻ്റെ അവകാശികളായിരിക്കും. റസൂലുള്ള വഫാത്താകുമ്പോൾ റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ള ആളുകൾ, റസൂലുള്ള മഹബത്ത് വെച്ചവർ, അവർ സ്വർഗത്തിൻ്റെ അവകാശികളായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ കാണാൻ ചെന്ന ആളുകൾ പറഞ്ഞു, നിങ്ങളെ അള്ളാഹുവിൻ്റെ റസൂലിന് നല്ല ഇഷ്ടമായിരുന്നു, നിങ്ങളെ പലപ്പോഴും യുദ്ധത്തിൻ്റെ അമീറാക്കിയിട്ടുണ്ട്, പല വിഷയത്തിലും നേതാവാക്കിയിട്ടുണ്ട്, നിങ്ങളെ വളരെ താല്പര്യമായിരുന്നു റസൂലുള്ളാഹിക്ക്, അതുകൊണ്ട് തന്നെ നിങ്ങൾ അള്ളാഹു റസൂൽ ഇഷ്ടപ്പെട്ടവരാകുന്നു എന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറയാണ്. റസൂലുള്ളാഹി തങ്ങൾ എന്നെ ഇതെല്ലാം ആക്കിയിട്ടുണ്ട്, എന്നെ യുദ്ധത്തിൻ്റെ ക്യാപ്റ്റനാക്കിയിട്ടുണ്ട്, സൈന്യാധിപനാക്കിയിട്ടുണ്ട്, പലതിനും എന്നെ അയച്ചിട്ടുണ്ട്, പല സപ്പോർട്ടുകളും എന്നെ പല കാര്യങ്ങൾക്കും എന്നെ നബി തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാം എന്നോടുള്ള താല്പര്യം കൊണ്ടാണോ, ഇഷ്ടം കൊണ്ടാണോ? അതല്ല, എന്നെ മുഅല്ലഫത്ത് ഖുലൂബിൽ പെടുത്തി നബി തങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അംർ ഇബ്നുൽ ആസ് വലിയ പടയാളിയാണ്, വലിയ ധനികനാണ്, വലിയ നേതാക്കളിൽപ്പെട്ടവരാണ്, ഖുറൈശി കാരണവരാണ്. അതുകൊണ്ട് തന്നെ എന്നെ മുഅല്ലഫത്ത് ഖുലൂബിൽ പെടുത്തിയും കൊണ്ട് നബി തങ്ങൾ എന്നെ ഇണക്കിക്കൊണ്ടുവന്നതായിരുന്നോ അതല്ല മഹബത്തായിരുന്നോ എനിക്കറിയില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരാളെ എനിക്ക് പറയാൻ കഴിയും, അത് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു മസ്ജിദ് കുബ, അവിടുന്ന് 2 റക്അത്ത് ആരെങ്കിലും നിസ്കരിച്ചാൽ കുബയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് എവിടുന്നാണോ പുറപ്പെടുന്നു അവിടുന്ന് 2 റക്അത്ത് വുളു എടുത്തും കൊണ്ട് കുബയിലേക്ക് ചെന്ന് അവിടെ വെച്ച് നിസ്കരിച്ചാൽ ഉംറന്റെ കൂലിയുണ്ട് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മസ്ജിദ് കുബ. ആ കുബ നിർമ്മിച്ചത് ബഹുമാനപ്പെട്ട അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ആണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്നു. ഹിജ്റ വന്നപ്പോൾ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബുദ്ദുൻ മിൻ അൻ നജ്അല ലഹു മകാനൻ ഇദാ ഇസ്തൈഖള മിൻ ഖായിലതിഹി ഇസ്തദല്ല ഫീഹി വസല്ല ഫീഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വന്തമായിട്ട് ഉറങ്ങി ഉണർന്നാൽ പോയി ഇരിക്കാനും നബി തങ്ങൾക്ക് നിസ്കരിക്കാനും ഒരു സ്ഥലം നാം ഉണ്ടാക്കി തീർത്തേ പറ്റൂ എന്ന് പറയുകയും അങ്ങനെ കല്ലുകളും സാമഗ്രികളുമെല്ലാം ഒരുക്കിയും കൊണ്ട് ഇന്ന് മസ്ജിദ് ഖുബയുള്ള അതിൻ്റെ അടിസ്ഥാന ഭാഗത്ത് ഒരു ബിൽഡിംഗ്, ഒരു പള്ളി നിർമ്മിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി. ആ പള്ളിയാണ് ബഹുമാനപ്പെട്ട ഖുബ പള്ളി. ലോകത്ത് ആദ്യമായി നിർമ്മിച്ച പള്ളി, വല മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ എന്ന് പറയുന്ന ആ പള്ളി, അതിൻ്റെ നിർമ്മാതാവ്, അതിൻ്റെ ബാനി ബഹുമാനപ്പെട്ട അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മഹത്വം കൊണ്ട് നാം എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. അമ്മാർ യാസിർ റളിയല്ലാഹു സംബന്ധിച്ചോ, അവരുടെ കുടുംബത്തെ പറ്റി യാസിർ റളിയല്ലാഹുവിനെ സംബന്ധിച്ചോ, സുമയ്യ റളിയല്ലാഹുവിനെ സംബന്ധിച്ചോ 1, 2, 3 ദിവസങ്ങളെ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നവരല്ല. അവരെ സംബന്ധിച്ചെല്ലാം ഏടുകളിൽ അത്രയും ചരിത്രങ്ങളുണ്ട്. നാം മനസ്സിലാക്കുമ്പോഴാണ് അവരുടെ ഈമാനിൻ്റെ കട്ടി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആ മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹു പറയുന്നു, സലാസുൻ, 3 കാര്യങ്ങൾ, മൻ ജമഅഹുന്ന, ആ 3 കാര്യങ്ങളെ ആരെങ്കിലും ഒരുമിച്ച് കൂട്ടിയാൽ ഫഖദ് ജമഅൽ ഈമാൻ, അവൻ ഈമാനിനെ ഒരുമിച്ച് കൂട്ടിയവനായി. 3 കാര്യം, ആ 3 കാര്യം ഒരാളിൽ സമ്മേളിച്ച് കഴിഞ്ഞാൽ അവൻ ഈമാനിനെ മുഴുവനും അവൻ ഉൾക്കൊണ്ടവനായി. ജമഅൽ ഈമാൻ,
ഈമാൻ അവൻ ജമ്മ് ചെയ്തവനാകും. അവിടെ സലാസു എന്നുള്ള നക്കിറാണ്. നക്കിറ മുക്താവാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ചർച്ചകളുണ്ട്. പക്ഷെ ഇവിടെ പറയല് സലാസുൻ 3 കാര്യങ്ങൾ എന്നാണ് സിഫത്ത് പറയപ്പെട്ടതാണ്. ഈ ലാഫത്തിൻ്റെ മൗസൂഫാണ്, അതുകൊണ്ട് തന്നെ മുക്തിയാവാം. അല്ലെങ്കിൽ മദ്ഹിൻ്റെ മക്കാമിൽ നക്കിറ മുക്തായി വരാം. 3 കാര്യങ്ങൾ എണ്ണി പറയുന്നത് മദ്ഹിന് വേണ്ടിയാണ്. അതും നക്കിറ മുക്താവാൻ പറ്റുന്ന കോലം തന്നെയാണ്. അവിടെ നക്കിറ മുക്തായല്ലോ എന്നുള്ള വിഷയം അവിടെ വരാൻ പോകുന്നില്ല. 2ാമത് മറുപടി പറഞ്ഞാൽ മതി. പല മറുപടികളുമുണ്ട്. ഒന്നിതാണ് സലാസു ഖിസാലിൻ മുലാഫിനെ കളയപ്പെട്ടതാണ് 3 കാര്യങ്ങൾ. അപ്പോൾ അത് ഉസ്ഫു അറിയപ്പെട്ടതാണ്, തഖ്സീസ് ഉണ്ട്. അല്ലെങ്കിൽ മദ്ഹിൻ്റെ മക്കാമാണ്. 3 കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയുകയാണ്. ആ 3 കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ഈമാനെ ഒരുമിച്ച് കൂട്ടിയവനായി. വളരെ ആശ്വാസമുള്ള പ്രയോഗമാണ്. ഈ 3 കാര്യം ശ്രദ്ധിച്ചു പോരുന്നുണ്ടോ, അവൻ ഈമാൻ ജമ്മ് ചെയ്യപ്പെട്ടവനായി മാറും. ഏതൊക്കെ 3 കാര്യം? അൽ ഇൻസാഫു മിൻ നഫ്സിക് വബദിലു സലാമി ലിൽ ആലം വൽ ഇൻഫാഖു മിനൽ ഇഖ്താർ. 1 അൽ ഇൻസാഫു മിൻ നഫ്സിക, നിന്റെ നഫ്സിനെ തൊട്ടുള്ള ഇൻസാഫ്, പക്ഷം ചേരാതിരിക്കുക. സ്വന്തം ശരീരത്തെ ഒരു പക്ഷത്ത് നിർത്താതെ ശരീരത്തിനെ എപ്പോഴും അതിൻ്റേതായ നിലക്ക് നിൽക്കുക, അതിൻ്റെ പക്ഷം ചേരാതിരിക്കുക. ഇമാമിങ്ങൾ പറയുന്നൊരു പ്രയോഗമുണ്ട്. ഒരു മനുഷ്യൻ അവൻ്റെ ശരീരത്തെ അതിന് വേണ്ടി ന്യായീകരിക്കാതെ അവൻ്റെ നഫ്സിനെ ഏത് സമയത്തും എന്താണോ ചെയ്തത് അതിൻ്റെ സ്ഥാനത്ത് തന്നെ കൊടുക്കുക, അതിന് വേണ്ടി വാദിക്കാതിരുന്നാൽ, പക്ഷം ചേരാതെ ഇൻസാഫിലായി നിന്നാൽ, ആ ശരീരത്തിൻ്റെ വക്കലിൽ നിന്ന് അവൻ്റെ വക്കലിൽ നിന്ന് പിന്നീട് മനുഷ്യരുടെ ഇടയിലോ അവൻ്റെയും അവൻ്റെ റബ്ബിൻ്റെയും ഇടയിലോ ഒരു ദോഷവും വരൂല. മനുഷ്യന്മാരുമായുള്ള ഹക്ക്, ആ ഹക്കിൻ്റെ വിഷയത്തിൽ അവൻ്റെ നഫ്സ് അവൻ എന്താണെന്ന് ചിന്തിക്കണം. ഇവൻ്റെ നഫ്സിൻ്റെ അവകാശം എന്താണെന്ന് ചിന്തിച്ചിട്ട്, മറ്റുള്ളവരുടെ അവകാശം എന്താണെന്നും ചിന്തിച്ചിട്ട്, മറ്റുള്ളവരുടെ ഒരാളുടെയും അവകാശങ്ങളെ ഹനിക്കാതെ ഇവന് വേണ്ടി ന്യായീകരിച്ചുകൊണ്ട് ഈ ശരീരത്തിന് വേണ്ടി തൗജീഹുകൾ, ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അവനെ 1ാം സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ നിൽക്കാതെ മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഒന്നിനും ഹാനിക്കാതെ അവർക്കുള്ള അവകാശങ്ങൾ അവർക്ക് വെച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മനുഷ്യരുമായുള്ള ഒരു ഇടപാടിലും അവൻ്റെ ഭാഗത്തിൽ നിന്ന് വീഴ്ച വരൂല. ഒരാൾക്കൊരു സാധനം കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കല്ലവൻ്റെ ബാധ്യതയായി എണ്ണിയും കൊണ്ട് അത് എത്രയും പെട്ടെന്ന് കൊടുത്ത് വീട്ടാൻ വേണ്ടി അവരുടെ സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ, ഇരിക്കുകയാണെങ്കിൽ, ഈ സ്ഥലത്ത് എന്നേക്കാളും ഇരിക്കാൻ അവകാശമുള്ള ആരെങ്കിലും ഉണ്ടോ, ഇവിടെ എനിക്കിരിക്കാൻ അവകാശമുണ്ടോ ഇല്ലേ എന്ന് ചിന്തിച്ചതിൻ്റെ ശേഷം മാത്രം അവരവിടെ ഇരിക്കാൻ പാടുള്ളൂ. അവിടെ ഇരിക്കേണ്ട ആൾ വേറുണ്ടെങ്കിൽ അവർക്ക് എഴുന്നേറ്റ് കൊടുക്കണം. അതിൻ്റെ ഓരോ സ്ഥലവും അവൻ്റെ നഫ്സുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും ആ നഫ്സിനിക്ക് അവകാശമുള്ളത് മാത്രം നഫ്സിന് കൊടുത്ത് ബാക്കിയുള്ള ഒരാളുടെയും അവകാശം പറ്റാതിരിക്കുക, അതാണ് പക്ഷം ചേരാതിരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അള്ളാഹുമായുള്ള വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇവനോട് അള്ളാഹു തആല പറഞ്ഞ എന്തെങ്കിലും ഇവൻ അനുസരിക്കാതിരിക്കുന്നുണ്ടോ? അതിന് വേണ്ടി അവർക്ക് വേണ്ടി അവൻ തൗജീഹ് ചെയ്യുന്നുണ്ടോ? അവൻ ഇൻസാഫുള്ളവനല്ല. ഇൻസാഫ് എന്താ? അള്ള ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ ഇവനിക്ക് ചെയ്തു കൊടുക്കുമ്പോൾ അള്ളാഹു തആല, യജമാനായ അള്ളാഹു തആല ഇവനോട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അവൻ ചെയ്യുകയും
ഇവനോട് ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഒഴിവാക്കലുമാണ് അവൻ്റെ ബാധ്യത. അവിടെ നഫ്സിൻ്റെ ഭാഗം ചേർന്നുകൊണ്ട് ചില വലിയ വലിയ തഖ്വയുള്ള ആളുകൾ പോലും ചെയ്യുന്നത് കാണാം. ഇൻസാഫ് ഉണ്ടാവില്ല. അള്ളാഹും അവനുമായി അവനോടുള്ള അവൻ്റെ സ്വന്തം നഫ്സിനെ അവൻ പക്ഷം ചേരും. എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല ഗഫൂറുർ റഹീമല്ലേ, അള്ളാഹു എല്ലാ ദോഷങ്ങളും പുറത്തിരുന്നവനല്ലേ, എന്ത് തെറ്റ് ചെയ്താലും തൗബയിന് അള്ളാഹു വലിയ ഇഷ്ടമല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവൻ തെറ്റ് ചെയ്യും. അവസാനം ഒരു തൗബയാണ് ചെയ്യുക. അങ്ങനെ അവനിക്ക് തിന്മകൾ ചെയ്യാൻ വേണ്ടി ന്യായീകരണങ്ങൾ കണ്ടെത്തും. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ ഞാൻ ചെയ്യും? നഫ്സ് അവനോട് പ്രേരിപ്പിക്കുമ്പോൾ അത് ശരിയല്ല, അങ്ങനെ അനുവദിക്കൂല. അള്ളാഹു ചെയ്യണ്ട എന്ന് പറഞ്ഞത് ചെയ്യില്ല. അല്ലാഹു ഗഫൂറുർ റഹീമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശദീദുൽ ബത്ഷാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദാബുൻ അലീമുള്ളവനാണ്. അല്ലാഹു റഹ്മാനായതുപോലെ തന്നെ മുന്തഖിമുമാണ് എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് അവൻ്റെ നഫ്സിനെ ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്യിപ്പിക്കാൻ, നഫ്സിൻ്റെ ഭാഗം ചേരാതെ അവൻ്റെ സത്യത്തിൻ്റെ ഭാഗത്തേക്ക്, അള്ളാഹു കൽപ്പിച്ച ഭാഗത്തേക്ക് അവൻ മുന്നോട്ട് പോവുക. ഇതാണ് ഇൻസാഫു മിൻ നഫ്സിക്ക്. നഫ്സിന് വേണ്ടി പക്ഷം ചേർന്ന് അതിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ന്യായങ്ങൾ പറയുക. അള്ളാഹു വിരോധിച്ച കാര്യം ചെയ്യാൻ അത് തൗബ ചെയ്താൽ മതി, അല്ലെങ്കിൽ നന്മകൾ കൂടിയാൽ മതി, അത് പ്രശ്നമില്ല എന്ന് പറയാതെ അത് പ്രശ്നമാണ്, ഞാൻ എന്നോട് കൽപ്പിച്ചത് അതല്ല, എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചത് ചെയ്യുകയാണ് ഞാൻ വേണ്ടത് എന്ന് അവൻ്റെ നഫ്സിനെ ഉത്ബോധിപ്പിച്ചും കൊണ്ട് നഫ്സിൻ്റെ ഭാഗം ചേരാതെ ഇൻസാഫ്, എന്നാ നഫ്സിനെ ഉപദ്രവിക്കണ്ട, നിഷ്പക്ഷമായി ഓരോന്നിലേക്കും അവൻ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ശരീരത്തിന് എപ്പോഴും അവൻ്റെ ഭാഗത്തേക്ക് ചാരാതെ സത്യത്തിൻ്റെ ഭാഗത്തേക്ക്, ഹക്കിൻ്റെ ഭാഗത്തേക്ക് നിൽക്കുകയാണെങ്കിൽ പിന്നീട് ആ മനുഷ്യൻ്റെ വക്കൽ നിന്ന് ഒരു തെറ്റും വന്നു പോകില്ല. മഹാന്മാർ പ്രത്യേകമായി ഉണർത്തുന്നൊരു വിഷയമാണത്.